അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിക്ഷിപ്തമായിരിക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയിലാണ്. കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയുടെ തലപ്പത്ത്. പലപ്പോഴും ഈ മുഖ്യമന്ത്രിമാർ തന്നെയാണ് പലപ്പോഴും ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യാറുള്ളതെന്നുള്ള വേറൊരു കാര്യം. ആഭ്യന്തരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത്, ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ നമ്മൾ കാണുന്നത് ബംഗാളിൽ ആ മുഖ്യമന്ത്രി തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ വന്ന് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ഭരണഘടനാപരമായിട്ട് അവർക്ക് സംശയം തോന്നിയ ഒരിടത്ത് റെയ്ഡ് നടത്തുക. ഇന്ത്യയിലെമ്പാടും നടക്കാറുള്ള റെയ്ഡ്. എല്ലാവരും കുറ്റവാളികളാവണമെന്നില്ല, ചിലർ കുറ്റവാളികൾ ആകാറുമുണ്ട്. സംശയത്തിൻ്റെ പേരിൽ റെയ്ഡ് നടത്തുക. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ അഴിമതി എന്ന ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ED. അതേതെങ്കിലും പാർട്ടിയുടെ ഏജന്റുമാരല്ല, ഗവൺമെൻറ്റിൻ്റെ ഏജന്റുമാർ. ഭരണഘടനാപരമായിട്ട് അംഗീകരിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർ വന്നൊരു സ്ഥാപനത്തിൻ്റെ, സ്വകാര്യ സ്ഥാപനത്തിൻ്റെ, ഐപാക്ക് എന്നാണ് അതിൻ്റെ പേര്, സ്ഥാപനം അവിടെ വന്ന് റെയ്ഡ് നടത്തിയപ്പോൾ അത് തൃണമൂലിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഓടിച്ചാടി അവിടെ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഈ രേഖകൾ, ഇൻക്രിമിനേറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അത് തട്ടിപ്പറിച്ചുകൊണ്ട് നാടകം കളിച്ചു. ഒരുപാട് നാടകങ്ങൾ അവർ കളിക്കാറുണ്ട്. സുപ്രീം കോടതിയിൽ ചെന്ന് വാദിക്കുക, ഇങ്ങനെയുള്ള നാടകങ്ങൾ, കാലിൽ പ്ലാസ്റ്റർ കെട്ടിക്കൊണ്ട് ചെന്ന് പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിൽ കിടക്കുക, ഇങ്ങനെ പലതും ചെയ്യാറുള്ള അതേ ആൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രഹരമേൽപ്പിക്കുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾ ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കമാണെന്നും പറഞ്ഞ് നിങ്ങൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഭരണഘടനയോടുള്ള അതിക്രമമാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത് ആവർത്തിക്കാൻ പാടില്ലാത്തതും ഒരു ഭരണാധികാരിക്ക് ഭരണഘടനാ പ്രകാരമുള്ള സത്യപ്രതിജ്ഞ അനുസരിച്ച് അധികാരത്തിൽ വരുന്ന ആൾക്ക് യോജിച്ചതുമല്ല. ഇതിനി ആവർത്തിക്കാൻ ഇടയാക്കരുത്. പലതവണ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവ് ധിക്കരിക്കുക, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവുകൾ ധിക്കരിക്കുക, ബലാത്സംഗ കേസിലെ പ്രതികളെ പോലും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുക കോടതി വിധിക്ക് വിരുദ്ധമായിട്ട്. അങ്ങനെ ബംഗാളിൽ പ്രത്യേക ഒരു ഭരണഘടന ഉണ്ടെന്നുള്ള മട്ടിലാണ് മമതാ ബാനർജിയുടെ പ്രവർത്തനങ്ങൾ. ഇതിനൊരു പ്രഹരമേൽപ്പിക്കുന്നതായിരുന്നില്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ. അതെ, ഇത് പലപ്പോഴും ഇത് ഒരു പക്ഷേ ചോദിച്ചു വാങ്ങിയ ഒരു വിധിയാണ് എന്നാണ് പൊതുവെ തോന്നുന്നത്. ഇതാദ്യമല്ല, അവർക്ക് നിരന്തരമായി ഹൈക്കോടതികളിൽ നിന്നും ജില്ലാ കോടതികളിൽ നിന്നും സുപ്രീം കോടതികളിൽ നിന്നും ഒക്കെ നിരന്തരമായ പ്രഹരങ്ങൾ ഇതുപോലെ ഏൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ വകവയ്ക്കാറില്ല. ഇപ്പോഴും മാത്രമല്ല, ഇതിനു മുമ്പും അവിടുത്തെ പോലീസ് മേധാവിയെ CBI ചോദ്യം ചെയ്യാൻ വന്നപ്പോഴും ഇതുപോലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ നേരിട്ട് അവിടെ ചെന്ന് അങ്ങേരുടെ വീട്ടിലും അങ്ങേരുടെ ഓഫീസിലും പോയി ഈ CBI ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയൊക്കെ ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ ആദ്യമായിട്ടല്ല. കാരണം അവർക്ക് എപ്പോഴാണോ ഒരു അരക്ഷിത ബോധം തോന്നുന്നത്, ആ അരക്ഷിത ബോധം തോന്നുമ്പോഴൊക്കെ അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്തുക, അവരെ കൈകാര്യം ചെയ്യുക, ശാരീരികമായി പോലും കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അവരും അവരുടെ ആളുകളെയും കൊണ്ട്. ഒരു തരം ഹിസ്ട്രിയോണിക്സ് പ്ലേ ചെയ്യുക അതുണ്ട്. അത് ഇപ്പോഴല്ല, അത് വളരെ വർഷങ്ങളായിട്ട്. പിന്നെ കോടതികളിൽ മിക്കവാറും ഇവർ തന്നെ പോയി ഇതേപോലെ പ്രതികൂലമായ വിധി നേടുന്നത് ആദ്യ സംഭവമൊന്നുമല്ല. ഇപ്പം സന്ദേശ് ഖാലി കേസിലാണെങ്കിലും RG കൗർ കേസിലാണെങ്കിലും അങ്ങനെയുള്ള ഏതെല്ലാം കേസുകളിൽ അവർ കോടതിയിൽ പോയിട്ടുണ്ടോ അവിടെയൊക്കെ പ്രഹരം കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വിരമിച്ച ഗവർണറുടെ കേസിൽ അദ്ദേഹത്തിനെതിരായി വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയപ്പോഴും കോടതിയിൽ നിന്ന് വലിയ പ്രഹരം കിട്ടിയ ഒരു വാക്കിന് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. സന്ദേശ് ഖാലിയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. പ്രതികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നു, പൊളിറ്റിക്കലായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള വിധിയൊക്കെ വന്നു. പക്ഷെ എന്നാലും അവരതൊന്നും നോക്കാറില്ല. അവർ താൽക്കാലികമായിട്ട് വൈകാരികമായിട്ട് പ്രതിരോധിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന കാലമായിരുന്നു. ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ പല സ്ഥലങ്ങളിലും ഈ അക്രമം നടന്ന സ്ഥലങ്ങളിലൊക്കെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ പോലീസ് സംവിധാനത്തെ
ദുരുപയോഗം ചെയ്യുന്ന ഉം. സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉം. ഗവർണറോട് വിരോധം വരാനുള്ള കാരണങ്ങളിൽ ഒന്നും അതായിരുന്നു. ആ. കാരണം ഗവർണർ ഈ എവിടെയൊക്കെ ഈ അക്രമം നടക്കുന്നുണ്ടോ അവിടെ നിന്നെല്ലാം വിവരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ 24/7 ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു രാജ്ഭവനിൽ. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ വച്ച് അപ്പം തന്നെ വിവരം കിട്ടിയാൽ ഉടനെ ആ സ്ഥലത്തേക്ക് ഇദ്ദേഹം ഗവർണർ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പുറപ്പെടുമ്പോൾ തന്നെ Z+ കാറ്റഗറി ആയതുകൊണ്ട് അവിടുത്തെ CRPF-ഉം കേന്ദ്രസേനയും ഒക്കെ അവിടെ അലർട്ടാവും. ഇവരെല്ലാം അവിടെ വിന്യസിക്കും. അപ്പോൾ അതോടുകൂടി തന്നെ ഈ അക്രമത്തിനും ഒക്കെ മുതിർന്ന ആളുകൾ അതോടുകൂടി തന്നെ അവിടുന്ന് പിരിഞ്ഞു പോവുകയോ രക്ഷപ്പെട്ട് ഒളിച്ചോടുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ പലയിടത്തും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അന്ന് ഉയർന്നു വന്ന പ്രധാന ആരോപണങ്ങളിലൊന്ന് ഈ പാർട്ടി ഗ്രാമങ്ങൾ, അവിടെ ഈ നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റില്ല. നോമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരുടെ വീട് കത്തിക്കുക, വീട്ടിൽ കയറി ആക്രമിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, പിന്നെ വോട്ട് ചെയ്യാൻ പോകുന്നവരെ സാധാരണ നിലയിൽ ചെയ്യുന്നൊരു തന്ത്രമുണ്ട്. രാവിലെ അവരുടെ ആളുകളെല്ലാം രാവിലെ വന്നങ്ങ് വോട്ട് ചെയ്യിക്കും. എന്നിട്ട് ഒരു 12-1 മണിയാകുമ്പോഴത്തേക്ക് ഒരു വലിയ സംഘർഷം അവിടെ ഉണ്ടാക്കും. അടിയുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ഒരു കത്തിപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ പിന്നെ വരാനിരിക്കുന്ന വോട്ടർമാർ അല്ലെങ്കിൽ അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആട്ടുകാരെല്ലാം പേടിച്ച് വീടുകളിലേക്ക് ഓടും. ഈ പണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. പ്ലാസി യുദ്ധം നടന്നു എന്ന് പറയുന്ന സ്ഥലമാണല്ലോ മുർഷിദാബാദ്. അവിടെ ഈ പ്രാവശ്യം അങ്ങനെ നടന്നു എന്ന് പറയുന്നുണ്ട്. ഇത്തവണ തൃണമൂൽ കോൺഗ്രസ്സുകാർ ബൂത്ത് പിടുത്തവും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരു ശ്രമം നടത്തി. അവരെ ഹുമയൂൺ കപൂറിന്റെ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ ആൾക്കാരെയാണ് അവർ അറ്റാക്ക് ചെയ്തത്. BJP-ക്കാരെ അല്ല ഈ പ്രാവശ്യം. അതെ, കാരണം തൃണമൂലിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയ വിവാദം. അതെ, കാരണം അതിനൊരു രാഷ്ട്രീയ കാരണമുണ്ട്. ഈ മുസ്ലിം വോട്ടുകളുടെ വിഭജനത്തിന് ഈ ഇവരുടെ 2 പാർട്ടിയും, ഹുമയൂൺ കബീറിന്റെ പാർട്ടിയും മറ്റേ ഇവരുടെ OIC-യുടെ പാർട്ടിയും, മജ്ലിസ് പാർട്ടിയും അവർ രണ്ടുപേരും കൂടി ചേർന്ന ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ച് ഇവരിലേക്ക് പോകുന്നത് കൊണ്ട് മമതയുടെ വിജയ സാധ്യത കുറയുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടുകൂടിയാണ്. എന്തായാലും ഇതൊരു നേരത്തെ പണ്ട് മുതലേ ഉള്ളൊരു പ്രവണതയാണ്. അത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്തെ തുടങ്ങിയിരുന്ന പ്രവണത മമത വന്നപ്പോഴത്തേക്ക് അതേ പാറ്റേൺ തന്നെ. കാരണം അതേ ആളുകളാണല്ലോ തൃണമൂലിലേക്ക് വന്നത്. അപ്പോൾ അവരും അതേ പാറ്റേൺ തുടരുന്നുണ്ട്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം രാത്രി 11 മണിയായപ്പോഴത്തേക്ക് രാജ്ഭവനിലെ ഹെൽപ്പ് ലൈനിലേക്ക് ഒരു MP വിളിക്കുന്നു, പാർലമെന്റ് അംഗം വിളിച്ചിട്ട് പറയുന്നു, എന്നെ ആക്രമിക്കാനായിട്ട് എൻ്റെ വീട് മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്, രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പം തന്നെ കമ്മീഷണറെയും DGP ഏറ്റവും ടോപ്പ് പോലീസ് മേധാവിയൊക്കെ രാജ്ഭവനിൽ നിന്ന് ഗവർണറെ ADC വിളിച്ചിട്ട് ഡയറക്ഷൻ കൊടുത്ത് അവർ പോയി പോലീസ് പ്രൊട്ടക്ഷനിൽ അയാളെ രക്ഷിച്ചു കൊണ്ടുവന്ന സാധനം. ഒരു MP-ക്കും ഒരു MLA-ക്കും പോലും അവിടെ സുരക്ഷിതത്വം ഇല്ലാത്തൊരു സാഹചര്യം പണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണിത്. പക്ഷേ ഇന്ന് അത്ര എളുപ്പമല്ല. കാരണം 2400 ബറ്റാലിയൻ കേന്ദ്രസേനയാണ് ഈ ഇലക്ഷനിൽ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബൂത്തുകളിലും ഇവരുടെ ഒരു സാന്നിധ്യമുണ്ട്. 2 ഘട്ടമായിട്ട് നടക്കുന്നതുകൊണ്ട് അത് എളുപ്പമാണ്, ഓപ്പറേഷൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു 2400 ബറ്റാലിയനും ഇപ്പോൾ ഉള്ള ബൂത്തുകളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിധി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കേസിലുണ്ടായതല്ല, ഈ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു വിധിയാണ്. മാത്രമല്ല ഇനി ഇങ്ങനെയുള്ള കേസുമായിട്ട് കോടതികളിൽ വരരുത് എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ്. ഈ പ്രവണത മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കോടതി അസന്ദിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് മമതാ ബാനർജിക്ക് ഏറ്റ കടുത്ത ഒരു പ്രഹരം തന്നെയാണ്. തന്നെയല്ല, ഈ പ്രസ്താവന വന്നത് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ 2ാം ഘട്ടമായിട്ടില്ല, 1ാം ഘട്ടത്തിന് മുമ്പ് തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പിലെ ഒരു ചലനവും തരംഗവും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് മമതാ ബാനർജിക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതുമാണ്. തൃണമൂൽ കോൺഗ്രസിനും ഒരുപക്ഷെ ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എന്ന് കരുതാമല്ലേ? അതെ, തൃണമൂൽ കോൺഗ്രസിന് മാത്രമല്ല, ഇതല്ലാതെ ചില സംഘടനകൾ അവിടെയുണ്ട്. തൃണമൂൽ കോൺഗ്രസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട്. അവർക്കുള്ളൊരു വാണിംഗ് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഹരമാണ് അവർക്ക് കോടതിയിൽ നിന്ന് SIR-ൽ കിട്ടിയത്. SIR-ലും ഇതേ ഒരു വിധിയാണ് അവർക്ക് കിട്ടിയത്. കാരണം അവർ സ്വയം പോയി വാദിച്ചതാണ്. എന്നിട്ടും അതെ, എല്ലാ തരത്തിലും SIR പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ തുടക്കം മുതൽ പല കാരണങ്ങൾ കൊണ്ട് ആദ്യം അവർ വേണ്ടത്ര സ്റ്റാഫിനെ കൊടുത്തില്ല, നാടകം കളിച്ച് കൊടുത്ത സ്റ്റാഫ് മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നു, അവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടത്തി. ഹൈക്കോടതിയിൽ പോയി,
അവിടെ തള്ളി. സുപ്രീം കോടതി പോയി, അവിടെ തള്ളി. എന്നിട്ടും ഇവർ സഹകരിക്കാതെ വന്നപ്പോൾ അവർ പലതവണ സുപ്രീം കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടു, നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ ജീവനക്കാരെ കൊടുക്കണം, അത് വേഗം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതുകൊണ്ടാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ വെച്ചത്. ആ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ മുർഷിദാബാദിൽ അവർ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ സുപ്രീം കോടതി അർദ്ധരാത്രിയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജി ഉണർന്നെണീറ്റിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് കേന്ദ്രസേനയെ അയച്ചത്. അപ്പം അത്ര ഒരു സാഹചര്യം വന്നതുകൊണ്ട് ആ ഒരു ഈ തിരിച്ചടിയും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ അവരുടെ ഒരു പ്രവർത്തന ശൈലിക്കുള്ളൊരു പ്രഹരമായിട്ട് അത് മാറി. തീർച്ചയായിട്ടും അത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ നേതാവായിട്ടുള്ള മമത ശരിക്കും ഒരു മമതയല്ല, അവരൊരു വിമതയാണ്. തന്നിഷ്ടവും താന്തോന്നിത്വവുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനി തുടരാൻ പാടില്ലെന്നുള്ള ഒരു പ്രഹരമാണ് കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമതായിട്ട് ഇനി വരാൻ പോകുന്നത് ജനങ്ങൾ നൽകുന്ന പ്രഹരമായിരിക്കും. അത് നമുക്ക് മെയ് 4-ന് വായിച്ച് അറിയുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.